അങ്ങനെ കുറേ ആൾക്കാരുടെ കമൻറ്റുകൾ പ്രകാരം നമ്മൾ ഇന്ന് ഈ ഒരു ബാറ്ററി കട്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കാണുന്ന ബാറ്ററികൾ നമ്മൾ 394 രൂപയ്ക്ക് വാങ്ങിയ ബാറ്ററിയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു ബാറ്ററി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് 140 രൂപയ്ക്കാണ് ആവുന്നത്. അപ്പോൾ നമുക്ക് 394 രൂപയ്ക്ക് ഇതുപോലെയുള്ള 10 ബാറ്ററി കിട്ടിയ സമയത്ത് ഇതുപോലുള്ള മറ്റ് ബാറ്ററികളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് തീരെ വെയിറ്റ് കുറവായിരുന്നു നമ്മൾ വാങ്ങിയ ഈ ഒരു ബാറ്ററിക്ക്. അതുപോലെ ഇത്രയും വില കുറച്ച് ഇത്രയും ബാറ്ററി കിട്ടിയ സമയത്ത് നമുക്ക് അതിന് വലിയൊരു കാര്യമായിട്ട് ബാക്കപ്പ് ഒന്നും കിട്ടില്ലെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഈ ഒരു ബാറ്ററി ഉപയോഗിച്ച് നോക്കിയ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാക്കപ്പ് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിന്ന് ഈ ഒരു ബാറ്ററി കട്ട് ചെയ്ത് നോക്കാൻ തീരുമാനിച്ചു. ഈ ഒരു ബാറ്ററി മാത്രമല്ല കേട്ടോ, വേറെയും 2-3 ലിഥിയം അയൺ ബാറ്ററി കൂടി നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ബാറ്ററിയുടെ വീഡിയോ ഇട്ട സമയത്ത് 1-2 കമൻറ്റ് കണ്ടിരുന്നു, ഈ ഒരു ബാറ്ററി വേഗം കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററി കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ ഒരു ബാറ്ററിയുടെ കൂടെ നിന്ന് വേറെ ബാറ്ററികൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ സോണിയുടെ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററിയൊന്നും എന്തായാലും ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കില്ല, കാരണം ഇത് സോണി ക്യാമറയ്ക്ക് ഉപയോഗിക്കുന്ന ബാറ്ററിയാണ്. അപ്പോൾ അത്രയും വലിയ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ എന്തായാലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററി എന്തായാലും ഉപയോഗിക്കില്ല. അതുപോലെ നമ്മൾ വേറെ ഒരു ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിക്കോൺ ക്യാമറയുടെ ബാറ്ററിയാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററിക്ക് മറ്റുള്ള ബാറ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയ നീളക്കുറവുണ്ട്. ക്യാമറകളിൽ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള ബാറ്ററി പാക്കാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററി പാക്കിനകത്ത് 2 ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബാറ്ററിയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 ക്യാമറയുടെ ബാറ്ററിയും അതുപോലെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഈ ഒരു ബാറ്ററിയും കൂടെ കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതുപോലെ നിങ്ങളാരും ലിഥിയം അയൺ ബാറ്ററി കട്ട് ചെയ്ത് നോക്കാൻ നിന്നേക്കരുത്, വളരെ അപകടമാണ്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതുപോലെ ഈ 3 ബാറ്ററിയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും വെയിറ്റ് കുറവ് ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങിയ ഈ ഒരു ബാറ്ററിക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ഈ 3 ബാറ്ററിയും കട്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. അതുപോലെ നമ്മളിന്നിവിടെ കട്ട് ചെയ്തെടുത്തേക്കുന്ന ഈ ഒരു ബാറ്ററിയും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ ഈ ഒരു ബാറ്ററി മാത്രമാണ് ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാറ്ററി നമ്മൾ റെഡിയാക്കുന്ന വീഡിയോയും ഇതിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയാലും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തേക്കുന്ന ഈ ഒരു പുതിയ ബാറ്ററി നമ്മൾ മനസ്സായിട്ട് കട്ട് ചെയ്യുന്നില്ല, ഒരുപാട് പേര് അങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ ഇങ്ങനെ ചാർജുള്ള ലിഥിയം അയൺ ബാറ്ററി കട്ട് ചെയ്യുന്നതും വളരെ അപകടമാണ്. സാധാരണ വേറെയുള്ള സാധനങ്ങൾ പോലെ നമുക്ക് ലിഥിയം അയൺ ബാറ്ററി നമുക്ക് തോന്നുന്ന പോലെ കട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വീഡിയോ കാണുന്ന ആരും ലിഥിയം അയൺ ബാറ്ററി മാത്രം കട്ട് ചെയ്ത് നോക്കാൻ നിന്നേക്കരുത്. അതുപോലെ ഈ ഒരു ബാറ്ററി കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി കാണിച്ചു തരാം. അതിനായിട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തേക്കുന്ന DC ആംബിയറും വോൾട്ടും കാണിക്കുന്ന ഈ ഒരു മീറ്റർ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മീറ്ററിൻ്റെ ഔട്ടിൽ നമ്മൾ ചെറിയൊരു മോട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്ന 2 ബാറ്ററിക്ക് നിലവിൽ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇതിലെ ഗ്രീൻ ബാറ്ററി മാത്രമാണ് ഇതിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിന്നിവിടെ കട്ട് ചെയ്തെടുത്തേക്കുന്ന ഈ ഒരു ബാറ്ററിക്ക് ഇവിടെ 4.1 വോൾട്ട് കാണിക്കുന്നത്. അതുപോലെ നമ്മളിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്ന മറ്റൊരു ബാറ്ററിക്ക് 3.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററി നമ്മൾ ചാർജ് ചെയ്തിട്ട് ഒരുപാട് നാളായിരുന്നു. ഇനി നമ്മൾ അടുത്തായിട്ട് എടുത്തേക്കുന്ന ഈ ഒരു ബാറ്ററി ഇത് നിക്കോൺ ക്യാമറയുടെ ബാറ്ററിയാണ്. ഏകദേശം 2009 മോഡലിലെ ക്യാമറയുടെയൊക്കെ ബാറ്ററിയാണ്. ഈ ഒരു ബാറ്ററി നമ്മൾ ചാർജ് ചെയ്താലൊന്നും പ്രത്യേകിച്ച് ഒരു അനക്കവുമില്ല, ടോട്ടലി ഡെഡ് ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതുപോലെ ഫുൾ ഡെഡ് ആയിട്ടുള്ള ബാറ്ററി നമുക്ക് ചിലതൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും എന്ന് കരുതി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ഇതൊരു പരീക്ഷണമായിട്ട് മാത്രം കാണുക. അപ്പോൾ ഇതുപോലുള്ള ലിഥിയം അയൺ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിൽ ചെറിയ ഹോള് പോലെ കാണും. അപ്പോൾ ആ ഒരു ഹോളിലേക്ക് ചെറിയ LED അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പിന്ന് പോലെ എന്തെങ്കിലും കടത്തി വിട്ട് പയ്യൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ചില ബാറ്ററിയൊക്കെ വീണ്ടും റെഡിയായി കിട്ടാറുണ്ട്. അപ്പോൾ ഒരുപാട് വർഷമായിട്ട് ചാർജ് ചെയ്യാൻ കിടക്കുന്ന ഈ ഒരു ബാറ്ററി ഇപ്പം നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 2.7 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നില്ല, കുറച്ചിങ്ങനെ ബലമുള്ള പിന്ന് പോലെ എന്തെങ്കിലും വെച്ച് പ്രസ് ചെയ്ത് ചിലപ്പോൾ ഓക്കെ കിട്ടിയേക്കാം. അപ്പോൾ ഇങ്ങനെയൊന്നും കാണിക്കുന്ന ബാറ്ററി ഞാൻ ഉപയോഗിക്കാറില്ല. ചെറിയ ലൈറ്റൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ റെഡിയാക്കി എടുക്കുന്ന ബാറ്ററി ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതുപോലെ നമ്മളിന്ന് കട്ട് ചെയ്ത് നോക്കാൻ പോകുന്ന ഈ കാണുന്ന 3 ബാറ്ററിയാണ്. അതുപോലെ ലിഥിയം അയൺ ബാറ്ററിയുടെ ഉള്ളിലെ പാർട്സിൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തേ. അപ്പോൾ നമ്മളിന്നിവിടെ ആദ്യമായിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു ബാറ്ററി തന്നെയാണ്. അതുപോലെ ഇങ്ങനെയുള്ള ലിഥിയം അയൺ ബാറ്ററി കട്ട് ചെയ്യുന്നത് വളരെ റിസ്ക് പിടിച്ചൊരു കാര്യമാണ്. ആർട്സ് ബ്ലേഡ് ഒന്നും ഉപയോഗിച്ചൊന്നും കട്ട് ചെയ്യാൻ നിൽക്കരുത്. അതുപോലെ നമ്മളിവിടെ ഇപ്പോൾ കട്ട് ചെയ്യുന്ന ഈ ഒരു ബാറ്ററിക്ക് പ്രത്യേകിച്ച് യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് കമൻറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മളിത് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഇതല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ല. ഇത് കട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനത്തിന് എന്തെങ്കിലും ക്വാളിറ്റി കുറവുണ്ടോന്നോ ഇതിന് ഇത്രയും വെയിറ്റ് കുറയാനുള്ള കാരണമൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ബാറ്ററി കട്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ലിഥിയം അയൺ ബാറ്ററിയുടെ ഈ റൗണ്ട് പോലെ വളഞ്ഞിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് ഒരിക്കലും ഇത് പ്രസ് ചെയ്യാൻ പറ്റില്ല. പ്ലെയർ ഉപയോഗിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ ഷോർട്ട് ആവുകയാണ് ചെയ്യുന്നത്. 2 മെറ്റൽ പാർട്ടുകളെ തമ്മിൽ വേർതിരിക്കുന്ന ചെറിയൊരു റബ്ബർ ബുഷ് പോലെ സംഭവമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്ലെയർ ഉപയോഗിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് അത് വേഗം ഷോർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇങ്ങനെ ഷോർട്ട് ആകുന്ന സമയത്ത് ബാറ്ററി നല്ല രീതിയിൽ തന്നെ ഹീറ്റും ആവുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല നമുക്ക് ഈ ഒരു ബാറ്ററി കട്ട് ചെയ്തെടുക്കും. അതുപോലെ നമ്മൾ ഈ ഒരു ബാറ്ററി ഇങ്ങനെ ഇരുന്ന് കട്ട് ചെയ്യുന്ന വീടിന് ഫ്രണ്ട് ഇരുന്നാണ്, എങ്ങാനും പണി പാളിയെ നേരെ എടുത്ത് എറിയുകയോ അല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പോൾ ലിഥിയം അയൺ ബാറ്ററി ആരും തന്നെ കട്ട് ചെയ്ത് നോക്കാൻ നിൽക്കരുത്. ചാർജ് ഇല്ലെന്ന് കരുതി നിങ്ങൾ കട്ട് ചെയ്യുന്നതായിരിക്കും, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ചാർജ് കാണും. അപ്പോൾ നമുക്ക് ഈ കാണുന്ന രീതിയിൽ ഈ ഫുള്ള് റൗണ്ട് നമുക്കിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ആക്കിയാൽ മാത്രമാണ് നമുക്ക് വലിയ ഡാമേജ് കൂടാതെ ഈ ഒരു ബാറ്ററി ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത്യാവശ്യം നല്ലൊരു പണിയുണ്ട് ഇതുപോലെയുള്ള ബാറ്ററി ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരം കഷ്ടപ്പെട്ട് നമ്മൾ ഈ ഒരു ബാറ്ററി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന വീഡിയോ എടുത്ത് റെക്കോർഡായില്ല. അപ്പോൾ നമ്മൾ അടുത്ത ബാറ്ററി കട്ട് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 394 രൂപയ്ക്ക് വാങ്ങിയ 10 ബാറ്ററിയിൽ ഒരു ബാറ്ററിയാണ് ഇപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ ഉള്ളിലെ സെറ്റപ്പൊക്കെ ഈ രീതിയിലാണ്.
ഈ ഒരു ബാറ്ററി ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്താലും ഇപ്പോഴും ഈ ഒരു ബാറ്ററി വർക്കിംഗ് ആണ്. അപ്പോൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിതുപോലെ ഷോർട്ട് ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ ഈ ഒരു ബാറ്ററിയുടെ ഉള്ളിൽ എന്തോ ലിക്വിഡ് പോലെ എന്തോ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്കും അറിയത്തില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബാറ്ററി കട്ട് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് നോക്കാൻ പോകുന്നത് സോണിയുടെ ക്യാമറയ്ക്ക് ഉപയോഗിക്കുന്ന ഈ ഒരു ബാറ്ററിയാണ്. അപ്പോൾ ഇത് ഒറിജിനൽ ബാറ്ററി പാക്കിൽ തന്നെ കിട്ടിയ ബാറ്ററിയാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ പുറമേയുള്ള ആ ഒരു സിലിണ്ടറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ എന്താ എഴുത്തും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ബാറ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു തിളക്കവും കാര്യങ്ങളൊക്കെ ഈ ഒരു സിലിണ്ടറിനുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററി നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗം എല്ലാം ഫുൾ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാറ്ററി ഓപ്പൺ ചെയ്ത സമയത്ത് ഈ ഒരു പാർട്ട് ഇളക്കി എടുക്കുന്ന വീഡിയോ റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സെയിം സെറ്റപ്പിൽ തന്നെയായിരുന്നു ആദ്യത്തെ ബാറ്ററിയും. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ ഈ ഒരു പാർട്ടിനെ സേഫ്റ്റി വാൽവ് എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മളിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ബാറ്ററിയുടെ ആ ഒരു കവറിലുണ്ടായിരുന്നത് 2000 mAh എന്നാണ്. 3.7 വോൾട്ട് 2000 mAh എന്നാണ്. അതുപോലെ നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബാറ്ററിയുടെ ബാറ്ററി പാക്കിലുണ്ടായിരുന്നത് 2200 mAh എന്നാണ്. അപ്പോൾ ഈ രണ്ട് ബാറ്ററിയും കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ മാറ്റങ്ങൾ അറിയാൻ പറ്റും. ഇനി നമ്മൾ അടുത്തായിട്ട് കട്ട് ചെയ്ത് നോക്കാൻ പോകുന്ന ഈ ഒരു ബാറ്ററിയാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററി 3.7 വോൾട്ട് 1800 mAh-ൻ്റെയാണ്. അതുപോലെ ഇന്ന് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തേക്കുന്നതിൽ ഏറ്റവും ചെറിയ ബാറ്ററിയും ഏറ്റവും വെയിറ്റ് കൂടിയ ബാറ്ററിയും ഇതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ബാറ്ററിയും ഏകദേശം ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ ഉള്ളിൽ നിറച്ചും ഫില്ലായ രീതിയിലാണ് ഇതിനകത്തുള്ള ആ പാർട്സുകളൊക്കെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് 3 ബാറ്ററികളും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 3 ബാറ്ററിയിൽ നിക്കോണിൻ്റെ ക്യാമറ ബാറ്ററിയും അതുപോലെ സോണിയുടെ ക്യാമറയ്ക്ക് ഉപയോഗിച്ച് ഈ ഒരു ബാറ്ററിയും ഓപ്പൺ ചെയ്ത സമയത്ത് ഈ രണ്ട് ബാറ്ററികൾക്കും അതിൻ്റെ ആ ഒരു ടോപ്പ് ഭാഗത്ത് ഇതുപോലത്തെ ഗ്രീൻ കളറിലൊരു ക്യാപ്പ് പോലെ സംഭവം ഉണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ആ ഒരു ബാറ്ററിക്ക് മാത്രം അതില്ലായിരുന്നു. അല്ലാതെ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളായിട്ടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ കാണുന്ന ഏറ്റവും മേളിൽ ഇരിക്കുന്ന ഈ ഒരു ബാറ്ററി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ബാറ്ററി, നടുക്കിരിക്കുന്ന ഈ ഒരു ബാറ്ററിയാണ് നമ്മൾ സോണിയുടെ ക്യാമറ കട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ ഈ കാണുന്ന ബാറ്ററിയാണ് നിക്കോണിൻ്റെ ക്യാമറയുടെ ബാറ്ററി. അപ്പോൾ വെയിറ്റ് കൂടാനുള്ള കാരണം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും നമ്മളതൊന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൂടി കാണിക്കാം. അതുപോലെ ഈ ഒരു ബാറ്ററിയുടെ പുറമേയുള്ള ഈ ഒരു സിലിണ്ടർ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം. കൈ മുറിയാനും ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെട്ടെന്നൊന്നും അത് കീറിയൊന്നും കിട്ടില്ല. അതുപോലെ ബാറ്ററിയുടെ ഉള്ളിലെ പാർട്സിന് വലിയ ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ വേണം ഇത് ഇളക്കിയെടുക്കാനും. അപ്പോൾ ഇവിടെ നമ്മൾ 3 ബാറ്ററിയും സിലിണ്ടർ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ 3 റോളിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു ബാറ്ററിയിലാണ് ആ ഒരു ബ്ലാക്ക് പോലത്തെ ഒരു ടേപ്പ്. ഇനി നമുക്കിത് 3ഉം ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് നിവർത്തി നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് സോണിയുടെ ക്യാമറയുടെ ബാറ്ററിയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫുള്ളായിട്ട് നിരത്തി വെക്കുന്ന സമയത്ത് ഏതിനാണ് ഏറ്റവും കൂടുതൽ നീളം, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ബാറ്ററിയുടെ എന്തെങ്കിലും നീളക്കുറവുണ്ടോ അങ്ങനെ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതുപോലെ ഒന്നും ആരും ചെയ്ത് നോക്കാൻ നിൽക്കരുത്. വളരെ അപകടം പിടിച്ച കാര്യമൊക്കെയാണ് ഇതെല്ലാം. നമ്മളിതിങ്ങനെ നിവർത്തിയെടുക്കുന്ന സമയത്ത് കൈ വിട്ടിട്ടുണ്ടെങ്കിൽ നേരെ റിട്ടേൺ ഇങ്ങനെ മടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഷോർട്ടാകാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ബാറ്ററി കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ലെയർ തെന്നിപ്പോയി. അപ്പോൾ ആ ലെയർ നല്ല രീതിയിൽ ഹീറ്റായിട്ട് ഇതുപോലെ പുക വരുവാണ് ചെയ്തത്. അതിൽ നിന്ന് ഒരു കുറച്ച് സെക്കൻഡുകൾ മാത്രമാണ് ഇങ്ങനെ പുക വന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ലെയറിൻ്റെ കളറെല്ലാം മാറി. ഇപ്പോൾ ഇങ്ങനെ പല അപകടങ്ങളോട് ഇങ്ങനെയുള്ള ലിഥിയം അയൺ ബാറ്ററി നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുന്ന സമയത്ത് അതുകൊണ്ട് ആരും നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഇവിടെ നമ്മൾ 3 ബാറ്ററിയുടെയും ലെയറുകളെല്ലാം ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 3 ബാറ്ററിയുടെയും ലെയറുകൾ തമ്മിൽ കമ്പയർ ചെയ്യുവാണെങ്കിൽ 1800 mAh-ൻ്റെ ആ ഒരു ബാറ്ററിയാണ് ഏറ്റവും കൂടുതൽ ലെയർ ഉണ്ടായിരുന്നത്. സെക്കൻഡ് സോണിയുടെ 2200 mAh-ൻ്റെ ഈ ഒരു ബാറ്ററിയാണ്. നിക്കോണിൻ്റെ ഈ ഒരു ബാറ്ററിക്ക് വീതി കുറവാണ്, അപ്പോൾ നല്ല നീളം. ഇതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ബാറ്ററിയുടെ ലെയറുകൾ. അപ്പോൾ 2200 mAh ബാറ്ററി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലെയറുകൾക്ക് അങ്ങനെ നീളക്കുറവോ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിൽ നീളക്കുറവുണ്ടായിരുന്നു. ഈ 3 ബാറ്ററിയുടെയും ലെയറുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ബാറ്ററിയുടെ ലെയറുകൾക്ക് അങ്ങനെ ക്വാളിറ്റി കുറവുള്ളതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഏകദേശം 3ഉം സെയിം പോലെയൊക്കെ തന്നെയാണ്. അതുപോലെ ഈ ഒരു ലെയറിൽ നിന്നാണ് പുകയും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ചില ഭാഗത്തെ കളറും കാര്യങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററി നമ്മൾ വിചാരിച്ച് അത്രയും ക്വാളിറ്റി കുറവൊന്നുമില്ല, അത്യാവശ്യം നല്ല ബാറ്ററി തന്നെയാണ്. പിന്നെ 2000 mAh ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടു. ഒരു ബാറ്ററി എന്തായാലും ഒരു 1600 mAh കാണാതിരിക്കില്ല. ഞാൻ ഈ ഒരു ബാറ്ററി ഉപയോഗിച്ച് നോക്കിയ സമയത്ത് അത്യാവശ്യം നല്ല ബാക്കപ്പും കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇതിവിടെ കട്ട് ചെയ്ത് നോക്കിയ സമയത്ത് സോണിയുടെ ബാറ്ററി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ഉപയോഗിച്ചേക്കുന്ന ലെയറുകൾക്കാണെങ്കിലും വലിയ കാര്യത്തിൽ നീളക്കുറവൊന്നുമില്ല. മറ്റ് ബാറ്ററികളെ ലെയറായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന ആ ഒരു പ്ലാസ്റ്റിക് ഒരു വൈറ്റ് കളർ ലെയറുണ്ട്. അപ്പോൾ ആ ലെയർ കുറച്ച് നീളം കുറവുണ്ട്. അല്ലാതെ വേറെ കുറവുകളായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററി മേടിച്ച് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു ബാറ്ററി മേടിക്കാനുള്ള ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം. 394 രൂപയ്ക്ക് 10 ലിഥിയം അയൺ ബാറ്ററിയാണ് നമുക്ക് ഇതുപോലത്തെ കിട്ടിയേക്കുന്നത്. അതുപോലെ ഇങ്ങനെയുള്ള ലിഥിയം അയൺ ബാറ്ററി BMS ബോർഡോ അല്ലെങ്കിൽ ചാർജിംഗ് മൊഡ്യൂളോ ഇല്ലാതെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാനും പാടില്ല. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ മേടിച്ച ഈ ഒരു ബാറ്ററി വെച്ച് 12 വോൾട്ട് ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ